കവിയോടുള്ള നമ്മുടെ സ്നേഹം, കവിതയോടുള്ള നമ്മുടെ സ്നേഹത്തിന്റെ ഭാഗങ്ങളിലൂടെയാണ്. ആശാനെ പോലെയുള്ള കവികളെ 100 വർഷത്തിന് ശേഷവും നമ്മൾ സ്മരിക്കുന്നു എന്നുള്ളതല്ല. വയലാറിനെ പോലെയുള്ള കവിയെ 50 വർഷത്തിലെപ്പോഴും സ്മരിക്കുന്ന ആ ദിനം കൂടെ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. യുനെസ്കോയുടെ സാഹിത്യ നഗരം എന്ന പദവി ലഭിച്ച് 2ാം വാർഷികം ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ തന്നെ പ്രകാശൻ ഈ പരിപാടി തിരഞ്ഞെടുത്തതിലുള്ള സന്തോഷവും ആദ്യം തന്നെ രേഖപ്പെടുത്തുന്നു. ഹാപ്പിനെസ് ഫോറം എന്നുള്ളത് കുടുംബ യൂണിയൻ വായനശാലയുടെ ഒരു അനുബന്ധ സൃഷ്ടിയാണ്. വയോജനങ്ങൾക്കുള്ളതാണ് എന്നാണ് കേൾപ്പെങ്കിലും എല്ലാവർക്കും ഗുണപ്രദമായ തരത്തിലുള്ള പരിപാടികൾ വർഷത്തിൽ 1-2 വെക്കണം എന്നുള്ളതാണ് ഈ ഹാപ്പിനെസ് ഫോറത്തിന്റെ പ്രത്യേകത, അല്ലെങ്കിൽ അവരുടെ ലൈബ്രറി കൗൺസിലിന്റെ തീരുമാനം. അത് പ്രകാരമാണ് ഹാപ്പിനെസ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് ഈ പരിപാടി വെച്ചിട്ടുണ്ട്. നാളുകൾക്ക് മുമ്പ് പ്രകാശൻ ഏറ്റെടുത്ത് ഇത്തവണ ഈ വർഷം പരിപാടികളൊന്നും അവതരിപ്പിച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ കൂട്ടമായിട്ട് തന്നെ വയലാർ അനുസ്മരണം അത് 50ാം വാർഷികം സമുചിതം ആഘോഷിക്കാൻ വേണ്ടി തീരുമാനിച്ച പ്രകാരമാണ് ഇന്നിവിടെ കൂടിയിരിക്കുന്നത്. ഇതിൽ വന്ന് സംസാരിച്ച സുനിലിനും സുരേഷ് ബാബുവിനും എൻ്റെ ഹാപ്പിനെസ് ഫോറത്തിന്റെ പേരിലുള്ള സ്നേഹം, നന്ദി ഇവിടെ രേഖപ്പെടുത്തുന്നു. വയലാറിനെ കുറിച്ച് പറയാനുള്ളത് ഏറെ തന്നെ പാടിയും പറഞ്ഞും സുനിൽകുമാറിലൂടെ വ്യക്തമായിട്ടുണ്ട്. അതുപോലെ തന്നെ സുരേഷ് ബാബുവും നമ്മളെ കുറെ കാര്യങ്ങൾ വയലാറിനെ കുറിച്ച് സംസാരിച്ചു. ഇനി കൂടുതലൊന്നും സംസാരിച്ച് ഞാൻ നീട്ടുന്നില്ല. എങ്കിലും 1-2 കാര്യങ്ങൾ കൂടെ മാത്രം പറഞ്ഞ് നിർത്താമെന്ന് കരുതുന്നു. 1928 വയലാറിന്റെ ജന്മവർഷം കൂടിയായിരുന്നില്ല. മലയാള സിനിമയുടെ ആദ്യത്തെ നിശബ്ദ ചിത്രം ഉടലെടുത്തതും 1928-ലായിരുന്നു. 1928-ന് ശേഷം